भैया गाड़ी रुको। बस बस इधर। എന്തു പറ്റി? താര कितना? 70 रुपया साहब। നീ എന്തിനാ അപ്സെറ്റ് ആയിരിക്കുന്നേ? എനിക്ക് നിന്നെ പോലെ ആകാൻ കഴിയുന്നില്ലല്ലോ നോർത്ത്. നീ കുറച്ച് ദിവസത്തിനകം എന്നെ വിട്ടിട്ട് പോവും. കുറച്ചെങ്കിലും വിഷമമുണ്ടോ നിനക്ക്? ഡാൻസ് കളിച്ച് രസിക്കല്ലേ ഇങ്ങനെ ഇങ്ങനെ? എനിക്ക് മാത്രം എന്താ ഈ മരണ വീട്ടിൽ പോകുന്ന പോലുള്ള തോന്നല്? ഞാനും അതുപോലെ തന്നെ ആവണോ? നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പാരീസ് വേണ്ട, ഈ ആദ്യം മാത്രം മതിയെന്ന്? ഓരോ നിമിഷവും ആ അഡ്മിഷൻ വന്നത് തന്നെ എനിക്ക് പിടിച്ചില്ല. അതുകൊണ്ടാണ് നിന്നോട് പറയാതിരുന്നത്. എൻ്റെ കൂടെ US-ലേക്ക് വാ. നീ എൻ്റെ കൂടെ പാരീസിലേക്ക് വാ. അത് ബുദ്ധിമുട്ടാ. എനിക്കും അങ്ങനെ തന്നെയല്ലേ? എൻ്റെ ലൈഫിലെ ബെസ്റ്റ് ടൈം ഈ 6 മാസമാണ്. അത് നിന്റെ കൂടെ ഉണ്ടായിരുന്നു. അതില്ലാതാക്കണ്ട അല്ലേ? ഓക്കെ. ഓക്കെ എന്ന് വെച്ചാ ഒരു കരാർ ചെയ്യാം. എന്താ അത്? ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ നമുക്ക് രണ്ടുപേർക്കും. 10 ദിവസം. ഈ 10 ദിവസം വഴക്കുണ്ടാക്കി കരഞ്ഞ് നിലവിളിച്ച് പിണങ്ങി സങ്കടത്തോടെ തീർക്കാം. അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കാതെ അടിച്ച് പൊളിച്ച് തീർക്കാം. ഈ 10 ദിവസം അടി ഉണ്ടാക്കാനേ പാടില്ല. എന്ത് വന്നാലും ശരി. ഓക്കെ? പ്രോമിസ്? കരയാനും പാടില്ല. ഈ സെന്റിമെന്റ്സ്, അകൽച്ച, ശോകം ഒന്നും പാടില്ല. ഉറങ്ങാൻ പാടില്ല. ഓക്കെ? ഫുൾ ടൈം ഉണർന്ന് തന്നെ ഇരിക്കണം. ചിരിച്ചോണ്ട്, ഒന്നും ചിന്തിക്കാതെ, ഹാപ്പി ആയിട്ട്, വൈൽഡ് ആയിട്ട്. ഓക്കെ? ഡൺ. ഡൺ? ഡൺ. ഇതാണ് നമ്മുടെ വീടെന്ന് വിചാരിച്ചു. എല്ലാ റൂമും ബെഡ്റൂം. ഒരു നായം, നല്ല രാജപാളയം. കുരയ്ക്കുമ്പോ തന്നെ പേടിച്ചു വിറയ്ക്കണം. കുട്ടികളോ? ഒരു ദിവസത്തേക്ക് മാത്രം. ഒരു ദിവസം ദത്തെടുത്തേക്കാം. പേര് ശാപ്പാട് രാമൻ. ഡയപ്പറിട്ട സുമോ റെസ്ലറിനെ പോലെ നല്ല തടിച്ചുരുണ്ട് കൊടുകൊണ്ടായിരിക്കണം. പെണ്ണാണെങ്കിലോ? ത്രിലോക അതിരൂപ വിശ്വസുന്ദരി നിന്നെ പോലെ.